പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പലരും സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ദം ഫെയിൽ. എന്തുകൊണ്ടാണെന്ന് നോക്കിയിട്ടുണ്ടാവും? ബിക്കോസ് ദേ സ്റ്റാർട്ട് ഓൺ ദ റോങ് വേ എന്നുള്ളതാണ്. ശരിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയല്ല സ്റ്റാർട്ടപ്പ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഹൗ ടു മേക്ക് യുവർ ഫസ്റ്റ് റവന്യൂ ഇൻ 30 days എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പിന് നിങ്ങളൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആവണമെന്നൊന്നുമില്ല, 10-20 പേരുള്ള ടീം വേണമെന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളൊരു ബേസ് പ്ലാനും ചെറിയൊരു പ്രൊഡക്റ്റും റിയൽ പീപ്പിളിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ മതി. സോ ടിപ്പ് നമ്പർ 1 ഈസ് സ്റ്റോപ്പ് ചേസിങ് കൂൾ ഐഡിയാസ്. അതായത് നമ്മുടെ ചുറ്റിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ചുറ്റിലും നോക്കുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോൾവ് ചെയ്യാതെ കിടക്കുന്നത്. ഇതിനൊക്കെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയും ആ സൊല്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസിലോ വാട്സപ്പ് ഗ്രൂപ്പ്സിലോ അല്ലെങ്കിൽ ആളുകളോട്ട് ഡയറക്റ്റോ ചെന്നിട്ട് ആസ്ക് ദം സ്ട്രൈറ്റ് ഇങ്ങനൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വാങ്ങുമോ? അവിടെയാണ് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് ചെറിയ പ്രോബ്ലംസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ബിഗ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിൽഡ് എ മിനിമം വേർഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങളൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു, ആ സൊല്യൂഷൻ്റെ ഒരു ഫോം ഉണ്ടാവും. അത് മേ ബി പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, വടവർ. അതിനൊരു മിനിമം വയബിൾ ആയിട്ടുള്ള ഒരു ബേസിക് വേർഷൻ, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് ആവാം, ഒരു വെബ്സൈറ്റ് ആവാം, ഒരു ടെസ്റ്റിംഗ് മെറ്റീരിയൽ ആവാം, ഒരു പ്രോട്ടോടൈപ്പ് ആവാം, ഈവൻ മിനിയേച്ചർ പോലും ആവാം. അത്തരത്തിലൊരു വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളിലോട്ട് ഡയറക്റ്റായിട്ട് അതിനെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ സെല്ല് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. ഈ സെല്ല് ചെയ്ത് തുടങ്ങാൻ ഞാൻ എവിടെ പോകും, കസ്റ്റമേഴ്സിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്, നിങ്ങളുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് എത്ര പേര് കാണുന്നുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതടക്കം നിങ്ങളുടെ കസ്റ്റമേഴ്സാണ്. മിനിമം ഒരു 1000 പേരുണ്ടെങ്കിൽ ആ 1000 പേരിലോട്ട് നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിലൊരു 100 പേരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ 10 പേരെ കൊണ്ടെങ്കിൽ നിങ്ങൾ മേടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. സോ അതിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ സെയിൽസ് അവിടെ നടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സെയിൽസ് നടത്തിയത് നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല. നിങ്ങളെത്തുന്ന നിങ്ങളുടെ ആദ്യത്തെ ഈ റിയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആകാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ്. അവരുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ കളക്ട് ചെയ്യുക, ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മനസ്സിലാക്കി റിയൽ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് സെയിൽസ് നടത്തുക, റവന്യൂ നടത്തുക, സ്കെയിൽ ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. നമ്മളെ റിയൽ കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിയ ശേഷം മാത്രമേ നമുക്ക് ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മളുടെ ഈ ഒരു കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമ്മളെ പ്രൊഡക്റ്റിന് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള സജഷൻസും ഫീഡ്ബാക്കും തരുന്നത്. അതിനനുസരിച്ച് നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തി ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ മോർ ദാൻ റവന്യൂ, ഈ ഒരു ഫസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇറ്ററേറ്റ് ചെയ്യാനും നമ്മളെ ഫീഡ്ബാക്ക് തരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മളുടെ ഇൻസൈറ്റ്സ് തരാനുള്ള മെൻറ്റേഴ്സും ബ്രാൻഡ് അംബാസഡേഴ്സും കൂടിയാണ്. ഓൺടർപ്രണർഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയ അടിപൊളിയായിരിക്കും, നിങ്ങളുടെ സൊല്യൂഷൻ അടിപൊളിയായിരിക്കും, പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. മണി ഇൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഡെലിവറബിൾ ആയിട്ട് മോണിറ്റൈസേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അടുത്ത 30 ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സിനെ നേടാൻ വേണ്ടി പറ്റുമോ അത്രയും കസ്റ്റമേഴ്സിനെ നിങ്ങൾ നേടുക എന്നുള്ളതാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം.